12-ാം അധ്യായം, ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 2 10-ാം വാക്യം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, മഹാസന്തോഷം നിങ്ങൾക്ക് സുവിശേഷിക്കുന്നു. ആമേൻ. തമിഴ് വാസിക്കണം. ലൂക്ക 2-ാം അധ്യായം 10-ാം വചനം. എല്ലാ ജനത്തിനും ആമേൻ മികുந்த സന്തോഷത്തെ ഉണ്ടാക്കും നற்செய்தியை உங்களுக்கு അറിയിக்கிறேன். കണ്ണുകളെയോട് വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനോട് സംസാരിക്കുമാറാകണം. ഹൃദയങ്ങൾ തുറക്കപ്പെട്ടതായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് വ്യക്തമായി എല്ലാവരുടെയും സംസാരിക്കട്ടെ. ഇന്ന് കടന്നു പോകുമ്പോൾ കർത്താവ് വലിയൊരു ബലത്തോട്, കർത്താവിൽ നിന്ന് പ്രാപിച്ച അനുഭവത്തോട് കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കുമാറാകണം. അപ്പോൾ നേരം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഇടപെടുമാറാകണം, സഹായിക്കുമാറാകണം. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ അപ്പോസ്തലരുടെ പ്രവൃത്തികൾ വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിൽ ഏറ്റവും ദുഃഖപരമായ ഒരു അധ്യായമാണെങ്കിൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് സന്തോഷത്തിന്റെ അധ്യായമായിരുന്നു. ഹല്ലേലൂയ. 7-ാം അധികാരം അപ്പോസ്തല നടപടികൾ പുസ്തകം ദുഃഖം നിറയുന്ന ഒരു അധികാരமாக இருந்த பொழுது, ആമേൻ, 8-ാം അധികാരത്തിൽ വരുമ്പോൾ അത് സന്തോഷത്തിന്റെ അധികാരமாக ദൈവം മാറ്റിയിട്ടാണ്. ആമേൻ. ആമേൻ. ഒരു ബ്രേക്ക് ത്രൂ അപ്പോസ്തലന്മാർക്ക് ദൈവം കൊടുത്ത ആമേൻ അധ്യായത്തിന്റെ ഒരു തുടക്കമായിരുന്നു ഈ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 8. ആമേൻ. ഇന്ന് പല ആമേൻ ചർച്ചകളിൽ അപ്പോസ്തലരുടെ നടപടികളെ അവർ അധികമായി പ്രസംഗിപ്പത് கிடையாது. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി പുസ്തകത്തെ അധികമായി പ്രസംഗിക്കാൻ ആരുമില്ല. പക്ഷേ ഇന്ന് അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിന്റെ പറയാനല്ല നിൽക്കുന്നത്, അതിനേക്കാൾ ശേഷകരമായി ആമേൻ ദൈവ സാന്നിധ്യത്തെ നിങ്ങൾക്ക് വേണ്ടി അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. 7-ാം അധ്യായം ഒരു ദുഃഖമാണെങ്കിൽ 8-ാം അധ്യായം ഒരു സന്തോഷത്തെ ദൈവം പട്ടണത്തിൽ കൊടുത്തു. ആമേൻ. സാധാരണ സന്തോഷമല്ല. ആമേൻ. ആമേൻ ആ പ്രവൃത്തി വായിക്കുമ്പോൾ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആമേൻ ആ പട്ടണത്തിൽ സന്തോഷമുണ്ടായി. ആ പട്ടണത്തിൽ സന്തോഷം ഉണ്ടായി. அந்த പട്ടണത്തിൽ സന്തോഷമുണ്ടായിട്ട് ആ പട്ടണത്തിൽ സന്തോഷമുണ്ടായിട്ട് പറഞ്ഞാട്ടെ, ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. The great joy. ആമേൻ. വചനം വാസിക്കുമ്പോൾ ഇംഗ്ലീഷിൽ that is a ആമേൻ. how the joy? Great joy. അത് സാധാരണ സന്തോഷമല്ല. ആമേൻ. 7-ാം അധ്യായം രക്തസാക്ഷിയായി മരിച്ച സ്തെഫാനോസ് ആമേൻ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ ലോകം വിട്ട് കടന്നുപോയപ്പോൾ ഇത് അടുത്ത ആമേൻ ദൈവത്തിന്റെ ഭക്തനായ ഫിലിപ്പോസിനെ ദൈവം ആമേൻ അധ്യായത്തിൽ എഴുന്നേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. സഭ ചെതറി, സഭ അങ്ങും ഇങ്ങും മാറിപ്പോയി. പക്ഷെ അപ്പോസ്തലന്മാർ ശ്രേഷ്ഠയായി യെരൂശലേമിലേക്ക് നിന്നു. ആമേൻ. ചിലർ ചിതറിപ്പോയി. പക്ഷെ ഈ അനുഭവങ്ങളായിരിക്കുമ്പോൾ 8-ാം വാക്യം വ്യക്തമായി ആമേൻ ആ അനുഭവങ്ങളിലേക്ക് ആമേൻ വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. എന്താ സന്തോഷം ഉണ്ടായ കാരണം? ആമേൻ 7 ഇവാഞ്ചലിസ്റ്റിനെ ശിഷ്യന്മാർ തിരഞ്ഞെടുത്തു. 7 ഇവാഞ്ചലിസ്റ്റിനെ ശിഷ്യന്മാർ തിരഞ്ഞെടുത്തു. അതിൽ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു, ഒരു ശിഷ്യനായിരുന്നു ആമേൻ ഇപ്പോൾ വായിച്ച ഫിലിപ്പോസ്. 8-ാം അധ്യായത്തിൽ കാണപ്പെടുന്ന ഫിലിപ്പോസ്. അതിൽ ഒരു വ്യക്തിയായിരുന്നു സ്തെഫാനോസ്. അവർ എന്തിനാ ആമേൻ തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് വെച്ചാൽ അവർ മേശമേലുള്ള ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി കർത്താവ് അവരെ തിരഞ്ഞെടുത്തു. ആരുടെ ശുശ്രൂഷ ചെയ്യുവാൻ? மேசையிலே ஊழியர்களை செய்வதற்காக. இது சொல்லப்போனால் அவன் உணவை பரிமாறுகிற நல்ல உணவு அவன் கொடுப்பதற்கான ஊழியத்தை செய்வதற்காக தேவன் 7 பேரை தெரிந்து கொண்டார். எத்தனை பேரை தெரிந்தார்? അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നത്, ഫുഡ് വിളമ്പുന്നവരെല്ലാം അവൻ ഭാരപ്പെടേണ്ട, നിങ്ങളെല്ലാം കർത്താവിന്റെ ഗ്രേറ്റ് അപ്പോസ്റ്റൽസായി ദൈവം മാറ്റാൻ പോകുന്നു. ഹല്ലേലൂയ. ഇത് ആമേൻ യേശുവിന്റെ ശിഷ്യനായിരിക്കുന്ന ഫിലിപ്പോസ് അല്ല. ആമേൻ ഇത് 7-1 ഫിലിപ്പോസ്. 7-1 തകർത്തു കളഞ്ഞപ്പോൾ ആമേൻ സാക്ഷിയായ രക്തസാക്ഷിയായ സ്തെഫാനോസ് 7-ാം അധ്യായത്തിൽ ജീവനെ വിട്ട് ആമേൻ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആമേൻ ആ പട്ടണത്തിൽ ഏറ്റവും അധികമായ വ്യാകുലങ്ങൾ 7-ാം അധ്യായത്തിൽ വന്നപ്പോൾ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ഏറ്റവും സന്തോഷം ഒരു ഭക്തൻ മുഖാന്തരത്തോട് സംഭവിക്കുന്നു. ആമേൻ ശിഷ്യന്മാർ മുഖാന്തരത്തിൽ സംഭവിക്കുന്നു. ആമേൻ എന്താ ഇവരുടെ ക്വാളിറ്റി? ആമേൻ അവർക്ക് 3 ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഒന്ന് ആമേൻ അവർ ആമേൻ 3 ക്വാളിറ്റിയിലേക്ക് അവർ കടന്നു വന്നു. വായിച്ചാട്ടെ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് വായിച്ചാട്ടെ. വേഗത്തിൽ വായിച്ചാട്ടെ. 6:3 നിങ്ങൾ സന്തോഷത്തിന്റെ മൂലപ്രധാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 6
3 വായിക്കട്ടെ. സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരിഞ്ഞുകൊള്ളുവിൻ. അങ്ങനെ ഈ വേലയ്ക്കാക്കാം. ഏത് വേലയ്ക്കാക്കാം? രണ്ടാമത്തെ വാക്യം വായിക്കട്ടെ. 10 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് ദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. അവർ ദൈവവചനം ശുശ്രൂഷിപ്പാൻ യേശുവിന്റെ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും യാക്കോബൊക്കെ ഭയങ്കരമായ മെസ്സേജ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ദ ഗ്രേറ്റ് പാസ്റ്റേഴ്സ് ആയിട്ട് മുന്നിൽ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് പാസ്റ്റേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ അവർ പറഞ്ഞു സഭയുടെ മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഞങ്ങൾ ചെയ്യത്തില്ല, അതിലൊക്കെ ഞങ്ങൾ പ്രൊമോഷൻ കിട്ടി, അതുകൊണ്ട് കൂടുതലായിട്ട് ചിലരെ ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നു. അതുകൊണ്ട് 7 പേരെ തിരഞ്ഞെടുത്തു. 7 പേരെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അവിടെ ഒരു പൂർണ്ണതയുടെ നിശ്ചയത്തെ കർത്താവ് നിയമിച്ചു. ഹല്ലേലൂയ. ഏഴിൽ ഒരു പൂർണ്ണതയുണ്ട്. വിട്ടുപോയ ശിഷ്യന്മാരുടെ അടുത്ത അനുഭവങ്ങൾ ചെയ്യുവാൻ 7 പേരെ ദൈവം തിരഞ്ഞെടുത്തു. എന്തിനാ തിരഞ്ഞെടുത്തത്? കർത്താവ് 7 പേരെ അവിടുത്തെ ശുശ്രൂഷ ചെയ്യുവാൻ മാത്രമായിരുന്നു ഈ ശിഷ്യന്മാർ തിരഞ്ഞെടുത്തത്. ആരെ തിരഞ്ഞെടുത്തു? ഞാനിത് സന്തോഷത്തിലേക്ക് വരുക, നിങ്ങളുടെ മേൽ ക്വാളിറ്റിയെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ പട്ടണത്തിൽ 7 പേരെ തിരഞ്ഞെടുക്കാൻ കാരണം എന്തുവാ? മിഷണറി വർക്ക് ചെയ്യുന്നതാണോ? മിഷൻ ഫീൽഡ് ചെയ്യിപ്പിക്കണമാണോ? അവർക്ക് ഇലക്ഷൻ വെച്ചില്ല. അവരെന്ത് ചെയ്തില്ല? ഇലക്ഷൻ ഒന്നും വെച്ചില്ല. നമ്മളൊക്കെ കൈ ഒന്ന് പൊക്കാൻ പറയും. ഇന്ന് ഔട്ട്റീച്ച് മിനിസ്ട്രിക്ക് വേണ്ടി ആരാ അടുത്ത ട്രഷററായിട്ടിരിക്കുന്നത് കൈ പൊക്കിക്ക് അതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ ഒരാളിനെ സപ്പോർട്ടായിട്ട് ചെയ്തിട്ട് അവർക്ക് ചർച്ചിന്റെ സപ്പോർട്ട് ഇരുന്നാൽ മാത്രമേ അവർക്ക് ലീഡർഷിപ്പിലേക്ക് വരുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ 3 പ്രധാനമായ അനുഭവം ഈ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. സന്തോഷത്തിന്റെ പ്രധാനമായ അനുഭവം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 3 അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതാ ഏതിനായി തിരഞ്ഞെടുത്തത്? വായിച്ചത് ഇല്ല. എന്നാ തിരഞ്ഞെടുത്തത്? ഇവര് ദൈവവചനം മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്ന യോഗ്യമല്ല എന്ന് ശിഷ്യന്മാർ മാറിയപ്പോൾ യോഗ്യമുള്ളതായ 7 പേരെ തിരഞ്ഞെടുത്തു. അവിടെ ക്വാളിറ്റി എന്തായിരുന്നു? ഒന്ന് അവർ ആത്മാവ് വായിച്ചട്ടെ. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാർ. 3 അനുഭവങ്ങൾ ആ ശിഷ്യന്മാർക്കുണ്ട്. ഒന്ന് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, 2 ജ്ഞാനമുണ്ടായിരുന്നു, 3 സാക്ഷി. ഈ 3 അനുഭവങ്ങൾ ഉള്ളവർക്ക് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക് വരുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളിൽ ആ അനുഭവത്തെ കർത്താവ് തന്നിട്ടുണ്ട്. நல்ல சாட்சிகளாய் நல்ல சாட்சிகளாக 3 காரியங்களை அவர்கள் சொல்லுகிறார்கள். தேவனுடைய மேசையில் அதாவது பந்தி விசாரணை செய்வதில் 12 பேருக்கு முடியாது என்று தள்ளின பொழுது 7 பேரை தேவன் தெரிந்து கொள்கிறார். 7 பேருக்கான தரம் என்ன? ஒன்றாவது நம்ம வாசிக்கும் 3ஆம் வசனம், அவர்கள் பரிசுத்த ஆவியும் ஞானமும் நிறைந்து நற்சாட்சி பெற்றிருந்தார்கள். நற்சாட்சி പെട്ടിരുന്നാകൾ. നല്ല സാക്ഷിയുടെ ജീവിതമായിരുന്നു ഈ 7 പേർക്ക്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചിന്തിക്കുവായിരുന്നു, കർത്താവ് എന്തിനാ സ്തേഫാനോസിനെ ദൈവം പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചത്? ഹല്ലേലൂയ. ആരാ വാക്യം? എല്ലാവരും പരീക്ഷന്മാരെയും അവിടുത്തെ ചർച്ച് ഫിലോസഫറുടെ എതിരായി സംസാരങ്ങൾ വരുമ്പോൾ പല ശിഷ്യന്മാർ മറന്നു കിടക്കുമ്പോൾ, പല ശിഷ്യന്മാർ എതിരായി നിൽക്കാൻ കഴിയാതെ മാറി മാറി നിൽക്കുമ്പോൾ ഈ ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള പാസ്റ്റേഴ്സ് എല്ലാം മാറി നിന്നപ്പോൾ ഇതാ മേശയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരുവൻ അവിടെ എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. സ്തേഫാനോസിനെ ദൈവം അവിടെ എഴുന്നേൽപ്പിക്കുന്നു. അതുവരെ എഴുന്നേൽക്കാത്ത ശിഷ്യന്മാരുടെ ഇടയിൽ തങ്ങളുടെ റോൾ മാറ്റിയിട്ട് പരിശുദ്ധാത്മാവ് അകത്ത് വന്നപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം വന്നപ്പോൾ ആ സാഹചര്യത്തിൽ എന്തു സംസാരിക്കണം, എന്ത് ഉപദേശിക്കണമെന്നുള്ള അനുഭവത്തിൽ ഭയം കയറി മറ്റ് ശിഷ്യന്മാർ ഒതുങ്ങിക്കിടന്നപ്പോൾ ഇതാ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന 7 ശിഷ്യന്മാരിൽ ഒരാളായ സ്തേഫാനോസ് 6ആം അധ്യായത്തിൽ എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ അനുഭവത്തിൽ ഈ സന്തോഷത്തിൽ കാലങ്ങളിലായിരിക്കുന്ന നിങ്ങളോടൊന്ന് പറയട്ടെ, ചില ദുഃഖാനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളകത്ത് ഒരു 3 അനുഭവങ്ങളെ യേശു ക്രിസ്തു തന്റെ സ്വന്തത്തിൽ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദുഃഖത്തോട് വേദനയോട് പലവിധமான
உங்களுக்குள்ளாய் கடந்து வந்திருக்கிறது. ஹalleluya. ஆமென். கர்த்தாவுடைய ஞானம் നിങ്ങളിൽ വന്നിരിക്കുന്നു. ആമേൻ. നിങ്ങൾ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. 3 ആമേൻ 3 என்ன சொல்கிறது தமிழ்ல? அவர்கள் நற்சாட்சி பெற்றவர்களாக இருந்தார்கள். உங்களுக்கு ஒரு நற்சாட்சி இருக்கிறது. நீங்கள் സാക്ഷിയുടെ ജീവിതമാ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ പെട്ടെന്ന് ആമേൻ സ്തേഫാനോസെ എഴുന്നേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഉടനെ സ്തേവാനെ அந்த இடத்துல எழுந்திருக்க செய்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന സമയമാണ്. ഈ കാലങ്ങളിൽ സഭയിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ എഴുന്നേറ്റപ്പോൾ ആദ്യ രക്തസാക്ഷിയായി സ്തേഫാനോസ് മരിച്ചു. ആദ്യ രക്തസാക്ഷിയായി സ്തേഫാനോസ് മരിച്ചു. 6-ാം അധ്യായം 7-ാം അധ്യായം വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ ഫുൾ ഹിസ്റ്ററി സ്തേഫാനോസ് പറഞ്ഞു തീർത്തു. ഹല്ലേലൂയ. അപ്പോൾ വചനത്തിന്റെ ആഴമായ വെളിപ്പാടുകളായിരുന്നു സ്തേഫാനോസ്. ഹല്ലേലൂയ. ആമേൻ. വചനത്തിനുடைய ஆழமான காரியங்களை அறிந்தவர் தான் யார்? ஸ்தேவானாக இருந்தார். அவர் பழைய ஏற்பாடு முதல் புதிய ஏற்பாடு இயேசு கிறிஸ்து செய்தது வரை தெளிவாக சொல்லி முடித்து விட்டார். ആമേൻ. ആമേൻ. പഴയ സകല പുസ്തകത്തിലെ സകല പ്രവചനങ്ങളും സകല അനുഭവങ്ങളും സ്തേഫാനോസ് പറഞ്ഞു തരുന്ന ശേഷം ആമേൻ അവിടെ ഇരിക്കുന്നവർ എല്ലാവർക്കും ദേഷ്യം കൂടി ആമേൻ ഈ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. ആമേൻ. സാക്ഷിയുള്ള ജീവിതത്തിൽ നിന്ന ഈ സ്തേഫാനോസിന് വീട്ടിൽ ഏറ്റവും വെളിയേറിയ ദുഃഖം കടന്നു വന്നു. ആമേൻ. സ്തേഫാനോസിന്റെ അമ്മയ്ക്ക് ദുഃഖം കടന്നു വന്നു. ആമേൻ. അതിന് കാരണമായി നിന്ന ശൗൽ, ഇപ്പോഴത്തെ പൗലോസ് ആയിരിക്കുന്ന ആമേൻ പൗലോസ് ആമേൻ തന്റെ ആമേൻ അടിക്കുന്നവരുടെ വസ്ത്രം കാക്കുന്നവനായിരുന്നു. അവർക്ക് സന്തോഷം. ശൗലിനപ്പോൾ ഭയങ്കര സന്തോഷം. എന്താ സന്തോഷം? ഞങ്ങൾ പ്രമാണത്തെ നിറവേറ്റുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഏത് പ്രമാണത്തെ നിറവേറ്റുന്നു? ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ ന്യായ പ്രമാണത്തെ നിറവേറ്റുന്നു. ആമേൻ. പുസ്തകം കാണിച്ച് പലരെയും കൊന്നുകളഞ്ഞ ആമേൻ പരീശന്മാരുടെ കൂട്ടത്തിൽ ശൗലും ഒരാളായി നിന്ന് ആമേൻ സ്തേഫാനോസിനെ കല്ലെറിയുന്ന സകല വസ്ത്രത്തെ കാത്ത് സൂക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വീട്ടിൽ ദുഃഖം നിറഞ്ഞ സംഭവമായി നിന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ ദുഃഖം നിറഞ്ഞ വീട്ടിൽ ആമേൻ മാറി നിന്നപ്പോൾ ആമേൻ സന്തോഷമായി നിന്ന മനുഷ്യന്മാരുടെ ഒരു മരണം സംഭവിച്ചപ്പോൾ ഇതാ സ്വർഗ്ഗം ആമേൻ സ്തേഫാനോസിനു വേണ്ടി ആ മരണത്തിനു വേണ്ടി സ്വർഗ്ഗം തുറന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗം തുറന്നതിനെ ആമേൻ സ്തേഫാനോസ് കണ്ടു. യേശു പോയപ്പോൾ തുറന്ന സ്വർഗ്ഗമായിരുന്നു. അതിനുശേഷം രക്തസാക്ഷിയായി മരിച്ച രക്തം ഇവിടെ ചിന്തിയപ്പോൾ ആമേൻ ദുഃഖത്തിന് പകരമല്ല സ്വർഗ്ഗത്തിൽ വലിയൊരു സന്തോഷത്തിന്റെ ഒരു ഓപ്പൺ ഡോർ ആമേൻ ശിഷ്യന്മാർക്ക് വേണ്ടി ആമേൻ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ കർത്താവ് തുറന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തേഫാനോസിന്റെ വീട്ടിൽ വലിയൊരു ദുഃഖം നിറഞ്ഞെങ്കിൽ 8-ാം അധ്യായത്തിൽ സ്തേഫാനോസിന്റെ വീടിനെയും ചേർത്ത് ആമേൻ കൂടെ ഇരിക്കുന്ന സകല ശിഷ്യന്മാർക്കും ചേർത്ത് ഇതാ തുറക്കപ്പെട്ട ഒരു സ്വർഗ്ഗം അവർക്ക് വേണ്ടിയായിരുന്നു. പരീശന്മാരുടെ വീട് അടയ്ക്കപ്പെട്ടെങ്കിൽ ആമേൻ പ്രമാണം പറഞ്ഞ് നടക്കുന്നവരുടെ വീട് ആമേൻ അടയ്ക്കപ്പെട്ടു. പ്രമാണം പറഞ്ഞവരുടെ വാക്കുകൾ മാറിപ്പോയി. ആമേൻ അവർക്കെതിരായി സംസാരിച്ചവരെല്ലാവരും സന്തോഷിച്ചു. ഒരു കാര്യങ്ങൾ മാറിപ്പോയപ്പോൾ ഇതാ ശിഷ്യന്മാർക്ക് വേണ്ടി, ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിനു വേണ്ടി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് വേണ്ടി, ജ്ഞാനത്തിൽ നടക്കുന്നവർക്ക് വേണ്ടി, സാക്ഷിയുടെ ജീവിതം ജീവിക്കുന്നവർക്ക് വേണ്ടി ഇതാ ഒരു പുതിയൊരു സ്വർഗ്ഗം ആമേൻ ശിഷ്യന്മാർക്ക് വേണ്ടി തുറന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആമേൻ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു സ്വർഗ്ഗമുണ്ട്. ആമേൻ. സാക്ഷിയുള്ള ജീവിതമാണോ? വെള്ളത്തിനേരെ ജനത്തിൽ നിന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് വെള്ളത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗപ്പെടുന്ന ആമേൻ ഒരു സ്വർഗീയ സ്വർഗ്ഗം നിങ്ങൾക്ക് തിരക്കപ്പെട്ടിരിക്കുന്ന പരലോകം. ഹല്ലേലൂയ. വീട്ടിൽ ചെന്ന് വായിച്ചോ 6 and 7. ആമേൻ. എന്റെ ചാപ്റ്റർ സ്തേഫാനോസ് അല്ല, പക്ഷേ സ്തേഫാനോസിന്റെ അമ്മയ്ക്ക് ഏറ്റവും ഉന്നതമായ ദുഃഖങ്ങൾ കടന്നു വന്നു. ആമേൻ. സന്തോഷിച്ച ശൗലിന് കർത്താവ് പൗലോസായി മാറ്റിയപ്പോൾ ആമേൻ ഹല്ലേലൂയ സംഭവിച്ചതെന്നറിയാമോ? ആമേൻ. ആമേൻ. സ്തേഫാനോസിന്റെ അമ്മയെ സ്നാനപ്പെടുത്തുവാനുള്ള യോഗ്യതയെ കർത്താവ് ആമേൻ പൗലോസിന് ദൈവം കൊടുത്തു. ഇതൊക്കെ എവിടെ നടക്കും? இதெல்லாம் எங்கே நடக்கும்? ஆமென். சொந்த மகனை கொலை செய்வதற்கு காரணமாய் இருந்தவன் ஆமென் இப்பொழுது அவர் மூலமாக ஸ்தேவானுடைய தாய் ஞானஸ்நானம் எடுத்துக் கொள்கிறார்கள். ആമേൻ. അന്നത്തെ ആമേൻ ഐക്യത അങ്ങനായിരുന്നു. അങ്ങനത്തെ സ്നേഹം അങ്ങനായിരുന്നു. അങ്ങനത്തെ കൂട്ടായ്മ അങ്ങനായിരുന്നു. പക്ഷെ ഈ കാലങ്ങളിൽ ആമേൻ നമ്മുടെ ആമേൻ അടുത്തിരിക്കുന്നവരെ നമ്മളെ കുറിച്ച് പറഞ്ഞാല് ആമേൻ നാം 1 വർഷത്തോളം അവിടെ മാറി നിൽക്കുന്നവരായിരിക്കും. ஆமென். உங்கள் பக்கத்தில் இருக்கிறவங்க தெரிந்தவங்க ஏதேனும் தெரியாமல் சொல்லிட்டா
கேட்டாலே நம்ம ஒரு வருஷம் என்ன செய்வோம், அவரிடத்துல முகத்தை இப்படி வைத்துட்டு போவோம். ஆமென். ஒரு ஆமென் மாறி ஆமென் മുഖം നോക്കിയാൽ ആമേൻ എന്താ സംസാരിക്കുന്നത് എല്ലാം ആമേൻ വിവേചന വരമുള്ളവർ എല്ലാവർക്കും അത് വരച്ച് കാണിക്കാൻ പറ്റും. ആമേൻ ആമേൻ. അതുകൊണ്ട് ആമേൻ നിങ്ങൾ എല്ലാവരും ആമേൻ സന്തോഷത്തോടെ ഇരിക്കുക. ബിക്കോസ് നാമത്തിന്റെ ദുഃഖത്തെ എനിക്ക് നന്നായിട്ട് ആമേൻ സ്കാൻ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആമേൻ ദൈവസന്നിധിയിലെ സന്തോഷത്തോടെ ഇരിക്കുക. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസിനെ ദൈവം അവിടെ എടുത്ത് ഉപയോഗിക്കുന്നു. ആമേൻ. സഭ ചിതറിച്ചു, ശിഷ്യന്മാർ ചിതറിപ്പോയി. അവിടെ പെട്ടെന്ന് ഇതാ പട്ടണത്തിൽ മഹാസന്തോഷമുണ്ടായി. പ്രിയപ്പെട്ടവർ, ഞങ്ങൾ പറയട്ടെ, ആമേൻ, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആമേൻ നോർമൽ സന്തോഷമല്ല, സാധാരണ സന്തോഷമല്ല. നിങ്ങൾക്ക് കർത്താവ് തരുന്നത് എങ്ങനത്തെ സന്തോഷമാണ്? പറഞ്ഞാട്ടെ, വളരെ സന്തോഷം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തരും. ஆமென். கர்த்தர் உங்களுக்காக பரலோகம் திறக்கப்படுவதாய் கர்த்தருடைய கரம் வந்துவிட்டால் உங்களுக்கு கிடைக்கிற சந்தோஷம் சாதாரண சந்தோஷம் அல்ல, அது மிகுந்த சந்தோஷமா இருக்கிறது. ஹல்லேலூயா. அதான் ஆமென். യേശുവിന്റെ ആമേൻ മെഷിയാവ് ജനിക്കുന്ന മുന്നമേ ഒരു ഇടയന്മാരുടെ കൂട്ടം ഭയന്ന് ഒരു നക്ഷത്രത്തെ കണ്ടു നിന്നപ്പോൾ ഇതാ ഒരു ശിഷ്യൻ ഇതാ ഒരു ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് മഹത്വമായി ഇറങ്ങി. എങ്ങനെ ഇറങ്ങി? മഹിമയോട് ശിഷ്യൻ ഇറങ്ങിനാർ. മഹത്വത്തോട് ശിഷ്യന്മാരെ ദൂതൻ ഇറങ്ങിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളോട് പറഞ്ഞത് എന്തുവാ? നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ന്യൂസിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഒന്ന് വായിച്ചാട്ടെ, ലൂക്കോസിന്റെ സുവിശേഷ പുസ്തകം. ഭയപ്പെടേണ്ട. ദൂതനവരോട് ഭയപ്പെടേണ്ട. സർവ ജനത്തിലും ഉണ്ടാകാനുള്ള മഹാസന്തോഷം സകല ജനത്തിന്മേലും സകല ആളുകൾക്കും ഇതാ എല്ലാ ജനത്തിനും മികുந்த സന്തോഷത്തെ ഉണ്ടാക്കും നற்செய்தியை உங்களுக்கு അറിയിக்கிறேன். ആമേൻ. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള വലിയൊരു ഹാപ്പി ന്യൂസിനെ ഞാൻ നിങ്ങൾക്ക് കൈമാറുവാൻ വേണ്ടി ഇതാ ദൂതനായിരിക്കുന്ന ഞാൻ മഹത്വം നിറഞ്ഞവനായി ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. സാധാരണമായിട്ട് ഇറങ്ങി വന്നില്ല ബ്രദറെ, മഹത്വം ആമേൻ സ്വർഗ്ഗത്തിൽ നിന്ന് എടുത്തുള്ള ദൂതൻ ഇറങ്ങി വന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ മഹത്വം നിറഞ്ഞ ദൈവശബ്ദത്തോട് ദൂതൻ വന്നപ്പോൾ ആമേൻ അവിടെ യേശുവിന്റെ ആമേൻ അടുത്ത ജനനത്തെ കുറിച്ച് ഇവിടെ കാണുവാൻ ഇടയായി. യേശു ക്രിസ്തുവിന്റെ പിറപ്പை குறித்துள்ள അനുഭവത്തെ അങ്ങേ பார்க்க முடிகிறது. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദുഃഖം നിറഞ്ഞ ഭയം നിറഞ്ഞ ഒരു കൂട്ടരോടായിരുന്നപ്പോൾ ആമേ ഒരു സന്തോഷത്തിന്റെ വാക്കുകൾ ഇവിടെ കടന്നു വന്നു. ആമേ ഇന്ന് സഭയോട് ദൈവം എനിക്ക് കൊടുത്തിരിക്കുന്ന ആലോചന ആമേ ഞാൻ എന്റെ സന്തോഷം ആമേ ധാരാളമായി എന്റെ ജനത്തിലേക്ക് ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേ ഇതിനെ റിസീവ് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആമേ റിസീവ് ചെയ്ത നിങ്ങൾക്ക് ആ സന്തോഷം പൂർണ്ണമായി ലഭിക്കാൻ പറ്റും. ஆமே. இந்த சந்தோஷத்தை அங்க அனுப்பு என்கிற வார்த்தைகளை தேவன் சொல்லி கொடுத்திருக்கும் பொழுது இந்த சந்தோஷத்தை பெற்றுக்கொள்வதாக நீங்கள் இருந்தால் ஆமே கர்த்தர் உங்களை தாராளமாக ஆசீர்வதிப்பார். ஹல்லேலூயா. ஆமே. എന്താ ഈ സന്തോഷത്തിന്റെ കാരണം? ആമേ ആമേ കർത്താവ് നമ്മുടെ പുതിയ നിയമം വായിക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും നമ്മളെ സന്തോഷത്തോടെ ഇരിക്കുക എന്നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കർത്താവ് യേശു ക്രിസ്തു ധാരാളം സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ലോകം കൊടുക്കുന്ന സമാധാനമായിട്ടല്ല, ഞാൻ ഇതാ உங்களுக்கு സമാധാനം കൊടുത്തിട്ട് പോകുകയും ഉലകം കൊടുക്കുന്ന പ്രകാരമാണ് സന്തോഷമല്ല യേശു നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ദൂതൻ ഇറങ്ങി നിങ്ങൾക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ ഇന്ന് 2025 ആമേൻ ജൂലൈ മാസത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഭയോട് കർത്താവ് പറയുക, ദൂതൻ ഇറങ്ങി പറയുന്നില്ല, കർത്താവ് പരിശുദ്ധാത്മോഹനൻ പറയുക, ഇതാ നിങ്ങൾക്ക് ഒരു മഹാസന്തോഷം വരാൻ പോകുന്നു. ഹല്ലേലൂയ. ഇതാ உங்களுக்கு பெரிய ஒரு சந்தோஷத்தை தேவன் கொடுக்க போகிறார். விசுவாசிக்கிற ஆமென் പറഞ്ഞാട്ടെ. ഏത് വിഷയത്തിൽ ദുഃഖിച്ചോ 6 മാസത്തിൽ ഈ 7 മാസത്തിൽ മുതൽ ദൈവം ആ വിഷയത്തിൽ സന്തോഷം ദൈവം തരാൻ പോകുന്നു. അതിനുള്ള തുടക്കത്തെ കർത്താവ് തുടങ്ങിയിരിക്കുന്നു. He already started that. ആമേൻ. ഇതാ സന്തോഷം, മഹാസന്തോഷം നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ പ്രകാശിച്ചിരിക്കുന്നു. ആമേൻ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവ് പ്രകാശിപ്പിച്ചിരിക്കുന്നു. ഉങ്ങളുടെ ഹൃദയങ്ങളിൽ അത് തോന്നിയിരിക്കുന്നത് இந்த സന്തോഷത്തെ നിങ്ങൾ பெற்றுக்கொள்ளும்படியாக உங்களை ஒப்பு கொடுக்கும்போது கர்த்தர் சந்தோஷத்தை உங்களுக்கு கொடுக்கும்படியாக இருக்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഈ പട്ടണത്തിൽ ആമേൻ ഈ സന്തോഷം വന്നതിന്റെ കാരണം എന്തുവാ? അവിടെ 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. കർത്തരുടെ ക്രിയകൾ ആമേൻ അങ്ങിരിക്കുന്നിടത്ത് വെളിപ്പെട്ടത്. ആമേൻ. ശമറിയ പട്ടണത്തിൽ ഫിലിപ്പോസിനെ
ദൈവം അയച്ചപ്പോൾ ആമേൻ ശമറിയ പട്ടണത്തിൽ ആമേൻ ചില ആമേൻ മാസങ്ങൾക്കോ ചില ആമേൻ മിനിമം പീരീഡ് മുന്നമേ അവിടെ കടന്നു ചെന്ന ആമേൻ സർവശക്തനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ ഫിലിപ്പോസിനെ അയക്കുന്ന മുന്നമേ ആമേൻ അവിടെ അത്യുന്നതനായ സർവശക്തനായ ആമേൻ നമുക്ക് വേണ്ടി ജീവനെ കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു ചില ദിവസങ്ങൾക്ക് മുന്നമേ ആ പട്ടണത്തിൽ ചെന്നായിരുന്നു. പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, ഇന്ന് ഈ പോണ്ടിച്ചേരി പട്ടണത്തിൽ ആമേൻ കർത്താവ് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ പോണ്ടിച്ചേരി പട്ടണത്തിൽ ആമേൻ നീ ലജ്ജിതനായിട്ട് പോകുവാനല്ല അയച്ചത്. നീ പോണ്ടിച്ചേരി പട്ടണത്തിൽ വരുന്ന മുന്നമേ സർവശക്തങ്ങൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ നീ ചെല്ലുന്ന പട്ടണത്തിൽ ആമേൻ നീ ചെല്ലുന്ന മുന്നമേ ആമേൻ നിനക്ക് വേണ്ടി ആമേൻ കടന്നു പോയിരിക്കുന്ന സർവശക്തൻ നിനക്ക് വേണ്ടിയുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ അതാ കർത്താവ് പറയുന്നത്, ഞാൻ നിനക്ക് മുന്നേ ചെന്ന് ദുർഘടങ്ങളെ നിറപ്പാക്കും. കർത്താവിന്റെ സ്പെഷ്യൽ ക്വാളിറ്റി അതാ. നിന്നെ തനിയെ വിടുന്ന കർത്താവല്ല, നിന്നെ ഏകനായി വിടുന്ന കർത്താവല്ല, നീ ദുഃഖിച്ച് ആമേൻ മടുത്തു പോകുവാൻ വിടുന്ന കർത്താവല്ല, നിന്റെ ദുഃഖത്തെ സന്തോഷമായി മാറ്റുവാൻ വേണ്ടിയാ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ സന്തോഷത്തിന് പങ്കാളികളായി ആകണമെന്ന് നിങ്ങൾ ആമേൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളോട് ഒരു വലിയൊരു ദൂത് അറിയിക്കട്ടെ. നിങ്ങൾ കടന്നു പോകുന്ന മുന്നമേ ആമേൻ നിങ്ങളുടെ വേശ്യാവ് നിങ്ങൾക്ക് മുന്നിൽ കടന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ നിന്റെ വിഷയത്തിൽ ആമേൻ നീ കടന്നു പോകുന്ന മുന്നമേ ആ വിഷയത്തിന്മേൽ ആമേൻ കർത്താവായ യേശു ക്രിസ്തു അതിന്മേൽ കരങ്ങളെ ദൈവം കൊടുത്തിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ നിങ്ങൾ ആമേൻ പറഞ്ഞാൽ you are receiving that. Hallelujah. ആമേൻ നിങ്ങൾ ആമേൻ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ അത് പെട്ടുകൊള്ളുന്നവരായി ഇരിக்கிறீர்கள். ആമേൻ ഫിലിപ്പോസ് ആമേൻ അവിടെ ചെന്നപ്പോൾ മുന്നമേ അവിടെ വിത്തിട്ട ആമേൻ യേശു അവിടെ ഉണ്ടായിരുന്നു. ശമറിയ പട്ടണം സന്തോഷമില്ലാത്ത പട്ടണമായിരുന്നു. ശമറിയ പട്ടണം സന്തോഷമില്ലാത്ത പട്ടണമായിരുന്നു. ശമറിയ പട്ടണത്തിൽ ആമേൻ ആർക്കും വേണ്ടാത്ത പട്ടണമായിരുന്നു. ആമേൻ എല്ലാവരും ശപിക്കപ്പെട്ട പട്ടണമായിരുന്നു. ശമറിയ പട്ടണം ആമേൻ ശപിക്കപ്പെട്ട പട്ടണമായിരുന്നത്. ആമേൻ தேவனால் வெறுக்கப்பட்ட பட்டணமாகிறது. யாரால் விரும்பப்படாத பட்டணமாகிறது. அப்படி இருக்கும்போது அவன் தேடி சென்ற ஒரு மெசியா அந்த தேசத்துக்காக கடந்து சென்றார். ஆமென். இது ഞാൻ പറയട്ടെ, ആമേൻ നിങ്ങൾ തേടി വന്ന ഒരുവനുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾക്ക് ആർക്കും വേണ്ടാത്ത പാഴഞ്ഞ പട്ടണമായിരുന്നു. ആമേൻ നിങ്ങൾക്ക് ആമേൻ ഏത് ആമേൻ സന്തോഷം അനുഭവിക്കാത്ത വണ്ണം നിങ്ങൾ ഒതുക്കിക്കളഞ്ഞ ജീവിതം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ആ പട്ടണത്തിൽ ചെന്നപ്പോൾ ഇതാ ആമേൻ ഒരു ഭാവിയായ ഒരു സ്ത്രീ യേശു മുമ്പിൽ കടന്നു വന്നു. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കുറിച്ചുള്ള വിത്ത് ആ ദേശത്തിൽ ദൈവം ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. മെശിയാവിനെ കുറിച്ചുള്ള സന്തോഷത്തെ ആമേൻ ഒരു സന്തോഷ വാർത്തയെ ശമറിയ പട്ടണത്തിൽ ഓൾറെഡി ദൈവം കൊടുത്തു കഴിഞ്ഞു. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ പഠിക്കുന്ന കോളേജില് ആമേൻ നിങ്ങൾ ചെല്ലുന്ന ആമേൻ ആ സ്ഥലത്തില് ആമേൻ നമ്മൾ പാർക്കുന്ന ഭവനത്തിന് അടുത്തില് ആമേൻ കർത്താവിന്റെ വിത്ത് ഓൾറെഡി ഈ പട്ടണത്തിൽ വീണിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനെ വെള്ളം ഒഴിച്ചൊന്ന് ആമേൻ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി കർത്താവ് അടുത്ത ശിഷ്യനായ ഫിലിപ്പോസിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. സ്തെഫാനോസിനെ വെട്ടിയെങ്കിൽ ഇതാ ഫിലിപ്പോസ് എഴുന്നേൽക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, ഭയന്ന് ഓടുന്ന കൂട്ടമല്ല, ധൈര്യത്തോടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഓടുന്ന കൂട്ടമാണ് നമ്മളെല്ലാവരും. ആമേൻ. ഭയന്ന് ഒതുങ്ങുന്ന കൂട്ടമല്ല, കർത്താവിന്റെ വേലയ്ക്കാக ആമേൻ அவரை நிமித்தமாக விசுவாசித்திருக்கிற நானும் நீங்களும் அவருக்காக ஓடுகிற கூட்டங்களாய் இருக்கிறோம். ആമേൻ. എത്ര പേർ മടുപ്പില്ലാതെ പറയാൻ കഴിയും, ഞാൻ കർത്താവിനെ ഓടുന്ന സന്തോഷത്തിന്റെ കൂട്ടാണ്. എന്റെ സന്തോഷത്തെ കെടുപ്പാൻ ആർക്കും ദുഷ്ടപിശാച് നിനക്ക് അധികാരമില്ല. ഇതാ എനിക്ക് സന്തോഷത്തെ കൊടുത്ത കർത്താവിൻ മധ്യയിലുണ്ട്. ഹല്ലേലൂയ. ശമറിയ പട്ടണത്തിൽ സന്തോഷമില്ലാത്ത പട്ടണമായിരുന്നപ്പോൾ യേശു അവിടെ വിത്തിട്ടിട്ട് തിരിച്ചു വന്നു. ഇതാ ആമേൻ ഒരു പട്ടണത്തിൽ യെരൂശലേമിൽ മഹാസന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തെഫാനോസ് മരണം കണ്ട് എല്ലാവരും ദുഷ്ടന്മാർ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ആമേൻ ദൈവത്താൽ വെറുക്കപ്പെട്ട ഒരു പട്ടണം ശമറിയ പട്ടണം ഒരു സന്തോഷം കൊണ്ട് നിറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട വിജയജനകർ, ആമേൻ പലരും വെറുക്കപ്പെട്ട പട്ടണമായിരുന്നു പോണ്ടിച്ചേരി പട്ടണം. ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ആമേൻ വാണ്ടഡ് ലിസ്റ്റിൽ ഇരിക്കുന്ന പോണ്ടിച്ചേരി പട്ടണമായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഇത് കർത്താവിന് വേണ്ടി ഇരിക്കുന്ന ഒരു ആമേൻ കർത്താവാൽ ഉപയോഗിക്കപ്പെടുന്ന ആമേൻ ഒരു പട്ടണമായി കർത്താവ് മാറ്റാൻ പോകുന്നു. അതിന് റെസ്പോൺസിബിൾ ഉള്ള പേഴ്സണായി ഫിലിപ്പോസ് ആയിട്ട് കർത്താവ് എന്നെയും നിങ്ങളും തിരഞ്ഞെടുത്തിരിക്കുന്നു. ആമേൻ. നമുക്ക് മേശയിൽ ശുശ്രൂഷിക്കുന്ന ആമേൻ ഒരു ക്വാളിറ്റി മാത്രം നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് കയ്യിലെടുത്തപ്പോൾ അവർ മേശയിൽ മേലില്ല ശുശ്രൂഷിച്ചത്, ദേശത്തിന്മേൽ ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാവിയാനவர் அவர்களை ஆமென் பந்தி விசாரிப்புக்கு மட்டும் தெரிந்து கொண்டார்கள் என்றால், ஆமென் காலம் வந்தபோது பரிசுத்தாவியானவர் தேசத்துடைய விடுதலைக்காக தேவன் அவரை எடுத்து உபயோகித்தார். ஆமென். ஹல்லேலூயா. ஆமென். அந்த
അങ്ങനെ ചെന്നപ്പോൾ ഫിലിപ്പോസ് കൈവീശി കടന്നു ചെന്നില്ല, കർത്താവിന്റെ അധികാരത്തോട് കടന്നു ചെന്നു. ഒരു പട്ടണത്തിൽ സന്തോഷം വരണമെങ്കിൽ നിങ്ങളെ കിടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അധികാര പ്രവൃത്തി നിങ്ങളിൽ നിന്ന് വെളിപ്പെടണം. ആ പട്ടണത്തിൽ സന്തോഷം വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. ജസ്റ്റ് പ്രസംഗിച്ചിട്ട് ഒരു ബൈബിൾ ക്ലാസ് എടുത്തിട്ട് പോകണ മുൻപിൽ നിൽക്കുന്നത് നിങ്ങളുടെ അടുത്തിൽ നഷ്ടമായ സന്തോഷം തിരിച്ചു കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മുടെ മധ്യയിൽ വന്നിട്ടുണ്ട്. ആമേൻ. സ്നേഹമുണ്ടെങ്കിൽ അവിടെ സന്തോഷമുണ്ട്. ആമേൻ. ആത്മാവിന്റെ ഫലങ്ങൾ വ്യക്തമായി പറയുന്നു. ആദ്യം സ്നേഹം, അടുത്തത് കടന്നു വരുന്നത് സന്തോഷമാണ്. ആമേൻ. ആവിയുടെ കണികളെ തെളിവാக வாசிக்கும் முதல் அன்பு இருக்கிறது. ஆமென். அன்பு முடித்த பிறகு அடுத்து வருகிறது என்ன? சந்தோஷம். ஹல்லேலூயா. மூணாமது ஆமென் சமாதானம். ஆமென். അങ്ങനെ ആയിരിക്കുമ്പോൾ ആമേൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, യേശുവിനെ സ്നേഹിച്ച് ദൈവത്തെ ആരാധിച്ച് ആമേൻ കർത്താവിന്റെ സ്നേഹത്തെ വഹിക്കുന്ന നിങ്ങൾക്ക് സന്തോഷം പ്രാപിപ്പാൻ നിങ്ങൾ 100% യോഗ്യമുള്ളവരാണ്. ആമേൻ. இயேசுடைய அன்பை சுமந்து இயேசுக்காக ஓடுகிற ஆமென் நீங்கள் அந்த அன்பிற்குள்ளாக இருக்கும் பொழுது நீங்கள் இந்த சந்தோஷத்தை பெற்றுக் கொள்வதற்கு 100% ஆமென் நீங்கள் உரிமை உள்ளவர்களாக இருக்கிறீர்கள். That means you are ஆமென் selected for that. ஆமென். சந்தோஷம் உங்களுடைய அதிகாரமாக இருக்கிறது, உங்களுடைய ஆமென் ஆமென் உரிமையாக இருக்கிறது, உங்களுடைய அவகாசம் നിങ്ങളുടെ അവകാശമായി ഇരിക്കുന്നു. എത്ര പേർ ആമെൻ ആമെൻ പറയാൻ കഴിയുന്നുണ്ട്? നിങ്ങളുടെ അവകാശമാണ് സന്തോഷം. വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആമേൻ നിങ്ങൾക്ക് ആമേൻ അത് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആമേൻ നിങ്ങളുടെ മേൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനുള്ള സ്നേഹം നിന്റെ ഹൃദയത്തിലുണ്ടോ? സന്തോഷത്തിന് അവകാശിയാണ് ഞാനും നിങ്ങളും. ആമേൻ. ആമേൻ. ആ സ്നേഹത്തോടായിരുന്നു ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ തേടി കടന്നു ചെന്നത്. ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ആമേൻ പറയുമ്പോൾ ആമേൻ ഇവിടെ ആമേൻ ഈ പട്ടണത്തെ സ്നേഹിച്ച് ഇവിടെ പെർമനന്റ് ആയിട്ട് നിൽപ്പാൻ ആമേൻ ഇല്ലെങ്കിൽ കുറച്ച് ദിവസം നിൽപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാരണം എന്തുവാ? ഈ പട്ടണത്തിന്മേലുള്ള ദൈവസ്നേഹം നിങ്ങൾ നിലനിർത്തുന്നു. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമുക്കും ആമേൻ ഒരു PR ഒക്കെ എടുത്ത് ആമേൻ പോകേണ്ട ദേശത്തിൽ നമുക്ക് കടന്നു പോകാം. പക്ഷെ അതിനേക്കാൾ വലിയൊരു PR നമുക്ക് കിട്ടിയത് കൊണ്ട് ആമേൻ ഈ ദേശത്തിൽ നമ്മൾ പാർക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗത്തിന്റെ PR ആമേൻ മുദ്രയിട്ട് അവിടെ നമ്മൾ പ്രാപിച്ചത് കൊണ്ട് ആമേൻ കർത്താവ് പറയുന്ന ആമേൻ കാര്യങ്ങളെ അനുസരിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നതിനെ കേട്ട് മുന്നോട്ട് പോകുന്ന സന്തോഷത്തിന്റെ ആളുകളായി ഈ കാലങ്ങൾ മാറട്ടെ. ആർക്കും കിട്ടിയില്ല. പ്രിയപ്പെട്ട നിങ്ങൾ സ്വർഗ്ഗത്തിന് ഓഹരിക്കാരാണ്. There is a fear against you. I mean on you. I mean தேவனுடைய I mean நிரந்தரமான ஒரு நகரத்துடைய உரிமையாளர்கள் நீங்கள் எல்லாரும். You are the citizenship of holy kingdom. Amen. Hallelujah. நீங்கள் தேவனுடைய ராஜ்யத்துடைய பரலோக பிள்ளைகளாக அந்த அதிகாரத்தை பெற்றுக் கொண்டிருக்கிறீர்கள். எத்தனை பேர் பிராபிச்சுள்ள கரங்களை தேவனுக்கு ஸ்துதிச்சாங்க. Amen. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ ഓഹരിക്കാരായിരിക്കുമ്പോൾ കർത്തരുடைய പരലോകത്തിൽ പങ്കുള്ളവരായിരിക്കും பொழுது நீங்கள் சந்தோஷத்துக்கு பங்காளிகளாக இருக்கிறீர்கள். சாதாரண சந்தோஷம் இல்ல, மகா சந்தோஷம், வெளிய சந்தோஷம், பெரிய மிகவும் அதிகமான சந்தோஷத்துக்கு பங்காளிகளாக இருக்கிறீர்கள். അപ്പോൾ ആമേൻ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അധികാരം വെളിപ്പെട്ടപ്പോൾ ഇല്ലാത്ത നഷ്ടമായ സന്തോഷം ആ പട്ടണത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. അപ്പോൾ പട്ടണത്തിലെ സന്തോഷത്തിന്റെ കാരണം ഞാനും നിങ്ങളും. പട്ടണത്തിൽ സന്തോഷം വരണമെങ്കിൽ അതിന് അധികാരത്തിൽ നിൽക്കുന്നത് ഞാനും നിങ്ങളും. ചെല്ലേണ്ട ഫിലിപ്പോസ് ആമേൻ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പട്ടണത്തിൽ സന്തോഷം വരും. പ്രിയപ്പെട്ടവരെ ആമേൻ ഏത് സാഹചര്യങ്ങളാകട്ടെ കർത്താവ് തിരഞ്ഞെടുത്തത് ആമേൻ ഈ 3 ക്വാളിറ്റിയിൽ ഒന്ന് പരിശുദ്ധാത്മാവിന്റെ ബലത്തിലും ദൈവത്തിന്റെ ജ്ഞാനത്തിലും ആമേൻ ദൈവത്തിന്റെ ആമേൻ സാക്ഷിയിലും നിൽക്കുന്ന തന്റെ ജനത്തിന് സന്തോഷത്തെ കൊടുത്ത കർത്താവ് അയക്കുന്നത്. ആമേൻ. നിങ്ങൾ മറ്റൊരു സംസാരിക്കുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ? ആമേൻ. ഇവിടെ ഇരിക്കുന്ന യൂത്തുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ? ആമേൻ. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ, ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുമ്പോൾ ആമേൻ അവിടെ സന്തോഷം കിട്ടുന്നുണ്ടോ? ആമേൻ. സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിൽ സംസാരിക്കുമ്പോൾ മുഖത്തിൽ ഒരു ആമേൻ സന്തോഷത്തോട് നിങ്ങൾക്ക് ആമേൻ അതിനെ കൈമാറുവാൻ ആമേൻ നിങ്ങൾക്ക് അത് ബലം കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവ് പറയുക, ഇത് ഞാൻ നിങ്ങളിൽ പൂർണ്ണമായി നിറയ്ക്കാൻ പോകുന്നു. ആമേൻ. ഈ പട്ടണത്തിൽ ആമേൻ ഈ സന്തോഷത്തെ കൊടുപ്പാൻ ചിലരെ ദൈവം അയച്ചിട്ടുണ്ട്. ആമേൻ. ഇവിടെ ആമേൻ ആ സന്തോഷം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ പട്ടണം മുഴുവൻ സന്തോഷമായിരിക്കും. ഒറ്റ വ്യക്തിയായിരുന്നു ആമേൻ ഫിലിപ്പോസിനെ ദൈവം ശമരിയ പട്ടണത്തിൽ അയച്ച് ചെന്നപ്പോൾ ആ സഭ ആമേൻ ആ ഏരിയ മുഴുവനും ആമേൻ സഭ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഇവിടെ വചനം കൊണ്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ ചർച്ച് ഹാൾ സന്തോഷം കൊണ്ട് നിറയും. അത് നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. You will be filled all the joy of the joy.
ഈ സന്തോഷം കൊണ്ട് നിങ്ങൾ നിറയും. You all will be fulfilled with the joy of Jesus Christ. അവൻ യേശു ക്രിസ്തു കൊടുക്കുന്ന പരിധാന മഹിമയുടെ സന്തോഷം കൊണ്ട് ഹൃദയം നിറയെ പോകരുത്. ഹല്ലേലൂയ. അതാ ഫിലിപ്പോസ് അവൻ ആ ശുശ്രൂഷകളെ തീർത്തിട്ട് അതിനുശേഷം ബാക്ക് സെഷന്മാർ വരുന്നത്. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും അതിനുശേഷം വന്ന് ശമരിയ പട്ടണത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മേശമേൽ ചെയ്യുന്ന ശുശ്രൂഷ, നിങ്ങൾ ഇടുന്ന ഒവ്വൊരു വിധകളും, മുന്നോടി ചെയ്യുന്ന ഒവ്വൊരു അനുഭവങ്ങളും അത് വലിയൊരു കൊയ്ത്തിനായി മാറും. ഹല്ലേലൂയ. നിങ്ങൾ കോളേജിൽ ഒരു വാക്കായാലും പറഞ്ഞെങ്കിൽ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു വാക്കായാലും കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കൊയ്ത്തിനു വേണ്ടി ദൈവം എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സന്തോഷത്തിന് അവകാശമായിരിക്കും നമ്മെ ദുഃഖത്തിലാക്കിയത് ആരാ? இவ்வளவு சந்தோஷத்தினுடைய அதிகாரத்துக்குள்ளாக இருக்கிற நம்மை துக்கத்துக்குள்ளாக மாற்றினது யார்? ஹல்லேலூயா. Who is that person? ஆமென். உன்னை துக்கத்துக்குள்ளாக மாற்றினது யார்? ஆரா व्यक्ति? ஆமென். உன்னை துக்கத்தில் ஆக்கிய व्यक्ति ஆரா? சொல்லுங்கள். ഇതിന് സാത്താൻ ഹെൽപ്പ് ചെയ്തു. ഇതിന് നമ്മൾ പിശാചിന്റെ പ്രാവശ്യം ദൈവത്തിന് കംപ്ലൈന്റ് കൊടുത്തു. കർത്താവേ, എല്ലാ പ്രശ്നത്തിനും എന്നെയാ എല്ലാവരും കുറ്റം വിധിക്കുന്നത്. ഇതിന് എനിക്കൊരു ന്യായത്തീർപ്പ് വന്നേ തീര വേണ്ടി മനസ്സിൽ സാത്താൻ പോയി ദൈവം എടുത്ത് സുനാറാം. അപ്പോൾ എടുക്കുമ്പോൾ കർത്താവ് കണ്ടു, ആ മകനെ കണ്ട് ജെറിമിയെ മകനെ കണ്ടിട്ട് കർത്താവ് നോക്കാം, ഇവന്റെ അനുസരണം കേടുകൊണ്ട് ഇവന് സാത്താനും വേണ്ട, ദൈവത്തിനും വേണ്ട. ഇവന് അനുസരണം കേടുകൊണ്ട് സാത്താനും ഇഷ്ടമില്ല. അപ്പൊ സാത്താൻ പറഞ്ഞു, ഇവൻ അനുസരണം കേട്ടവനാ, ഇവൻ അനുസരണം കേട്ടുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. പക്ഷെ ഈ വെളിപ്പാട് ഈ പാരന്റ്സിന് കിട്ടുന്നില്ല, ഈ ജനത്തിന് കിട്ടുന്നില്ല, ഈ പാസ്റ്ററിനും കിട്ടുന്നില്ല. എപ്പോ നോക്കിയാൽ എന്നെയാ ശാസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനുസരണം കേട്ടപ്പോ എന്നെ എന്ത് ചെയ്യുന്നില്ല, ശാസിക്കുന്നില്ലെന്ന് പിശാച് എന്ത് ചെയ്തു? കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ കർത്താവ് നോക്കി, ഇത് ഏതെങ്കിലും തുടങ്ങിയത്, ഞാൻ എന്ത് ചെയ്യാനാ? ഏതെങ്കിലും തുടങ്ങിയ അനുസരണക്കേട് ഇപ്പോൾ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സന്തോഷക്കേടിന് കാരണം പിശാചിന്റെ മേൽ മാത്രം ഇടാതെ നിങ്ങളുടെ കണ്ണാടി മുന്നിൽ ചെന്ന് നിങ്ങൾ തന്നെ നോക്കുക. കാരണം പൗലോസ് ഏറ്റവും പുതിയ നിയമത്തിൽ ഏറ്റവും സന്തോഷത്തിന്റെ ലേഖന പുസ്തകം എന്ന് പറഞ്ഞാൽ അത് ഇന്ന് വായിച്ച ഫിലിപ്പിയരുടെ പുസ്തകം. ഏറ്റവും സന്തോഷത്തിന്റെ ലേഖന പുസ്തകം എന്ന് പറഞ്ഞാൽ അത് ഫിലിപ്പിയരുടെ പുസ്തകം. ഫിലിപ്പിയർ പുസ്തകം പൗലോസ് എന്ത് ചെയ്യുന്നറിയാമോ? യെരുശലേം പട്ടണത്തിൽ നല്ലൊരു 5 സ്റ്റാർ റേഞ്ചിലിരിക്കുന്ന ഹോട്ടൽ റൂമിനെ വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ എന്ത് ചെയ്തു? അവിടെ ചെന്നിട്ട് AC നമുക്ക് ഫിലിപ്പിയർ പട്ടണ സഭയുണ്ടല്ലോ, ദശാംശം കൊടുത്ത് നല്ലൊരു അമൗണ്ട് കൊടുത്ത് ഫിലിപ്പോസ് റൂമിലാക്കി 1 മാസത്തോളം നല്ല 5 സ്റ്റാർ നല്ല ഫുഡ്, 3 നേരം ഫുഡ് എല്ലാം എടുത്ത് പൗലോസ് എന്ത് ചെയ്തു? ഫിലിപ്പിയരുടെ പുസ്തകത്തെ എഴുതി, സന്തോഷത്തോടെ എഴുതി. എത്ര അധ്യായം എഴുതി? 4 അധ്യായം എഴുതി. അങ്ങനെയാണോ എഴുതിയത്? ഇല്ല. പൗലോസ് പറയുക, ഞാൻ സ്തെഫാനോസ് മരണത്തിൽ പങ്കാളിയായിരുന്നു. ഞാൻ മറ്റവരുടെ സന്തോഷത്തെ കെടുക്കുന്നവനായിരുന്നു. ഞാൻ മറ്റവർക്ക് ദുഃഖം കൊടുക്കുന്നവനായിരുന്നു. ദൈവസഭയെ ഞാൻ മുറിവേൽക്കുന്നവനായിരുന്നു. എന്റെ അടുത്തിരിക്കുന്നവരെ ദുഃഖിപ്പിക്കുന്നവനായിരുന്നു. പക്ഷേ ഈ കാരാഗ്രഹത്തിൽ നിന്ന് എനിക്ക് എഴുതുവാൻ കർത്താവ് എനിക്കൊരു ബലം തന്നിട്ടുണ്ട്. എന്താ ബലം അറിയാമോ? എന്നിൽ കർത്താവ് തന്നിരിക്കുന്ന ക്രിസ്തുവിന്റെ ഒരു സന്തോഷം. ക്രിസ്തുവിൻ മേലുള്ള സന്തോഷത്തെ എനിക്ക് തന്നതുകൊണ്ട് ഈ കാരാഗ്രഹത്തിൽ എനിക്ക് വെട്ടമില്ലെങ്കിലും, എനിക്ക് എഴുതുവാൻ ഒരു കാര്യങ്ങളില്ലെങ്കിലും, എനിക്ക് പുതയ്പാൻ ഒരു ബെഡ്ഷീറ്റും ഒരു പോർമയും ഇല്ലെങ്കിലും എന്റെ കർത്താവിന്റെ സന്തോഷം എന്നിൽ പൂർണ്ണമായി കർത്താവ് നിറച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടുമായി പറയുന്നു, സന്തോഷിപ്പീൻ, വീണ്ടുമായി സന്തോഷിപ്പീൻ. ഈ സന്തോഷത്തെ വാക്കിനെ മാത്രം പറയാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. ഈ ദുഃഖമായാലും, ഈ വേദനയായാലും, ഈ കാരാഗ്രഹമായാലും എനിക്ക് ഫിലിപ്പിയരിലെ ഈ പുസ്തകം എഴുതുവാൻ എനിക്കൊരു രൂപാന്തരമുണ്ട്. നിങ്ങളിലും ഈ അവസ്ഥകളിൽ കടന്നുപോയാൽ നിങ്ങളുടെ സന്തോഷത്തെ എടുത്തു കളയുവാൻ ആർക്കും കഴിയത്തില്ല. അത് നിങ്ങൾക്ക് കർത്താവ് യേശു കൊടുത്ത ഒരു അധികാരത്തിന്റെ അവകാശമായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗൽ തനക്കുള്ള നല്ലവര് വസതി നിറഞ്ഞ ഇടത്തിലല്ല அந்த நிருப புத்தகத்தை எழுதினது. அவர் எழுதினது சிறைசாலைக்குள்ளாக எழுதினார். சிறைசாலைக்குள்ளாக எழுதுகிற பவுல் சொல்லுகிறார், எப்பொழுதும் சந்தோஷமாக இருங்கள். ஹல்லேலூயா. எப்பொழுதும் സന്തോഷമായിരിങ്ങൾ. നമുക്ക് ശരീരക്ഷീണങ്ങൾ വന്നാൽ സന്തോഷം പോകുന്നു. രാത്രി അല്പനേരം AC കറണ്ട് ഓഫ് ആയാൽ സന്തോഷം പോകുന്നു. നമുക്ക് ശരീരത്തിന് വേണ്ടിയ ഏതെങ്കിലും അംശങ്ങൾ കുറഞ്ഞു പോയാൽ സന്തോഷം പോകുന്നു. പ്രിയപ്പെട്ടവരെ, സകലത്തെയും വിട്ട് കാരാഗ്രഹത്തിൽ ഇരുന്ന് ഇതാ ഒരു ഭക്തൻ ലേഖനം എഴുതുന്നു.
இருப்பீர். ஆமென். சந்தோஷமாயிருங்கள். ஆமென். எப்படி சந்தோஷமாயிருங்கள்? எப்பொழுதும் சந்தோஷமாயிருங்கள். அப்போ നിന്റെ സന്തോഷത്തിന് സാത്താൻ അവകാശിയല്ല, നീ അവകാശി. ഹല്ലേലൂയ. ആമേൻ. You are the owner for that. ഉന്നോട് സന്തോഷത്തിന് നീதான் കാരണം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ആരുടെ വെക്കുക? കർത്താവിന്റെ മേൽ സന്തോഷത്തിന്റെ ആമേൻ പോകാനുള്ള കാരണം എന്തുവാ? ചിന്താകുലങ്ങൾ. What is the reason behind that? ആമേൻ. പൗലോസ് വ്യക്തമായി പറഞ്ഞു കാണിക്കുന്നു, നിങ്ങളുടെ ചിന്താകുലങ്ങൾ ആമേൻ നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ വിട്ടു മാറ്റി കളയുന്നു. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ സന്തോഷത്തെ നിങ്ങളുടെ ചിന്താകുലങ്ങൾ നിങ്ങളിൽ നിന്ന് മാറ്റി കളയുന്നു. ആമേൻ. അതാണ് വാസ്തവം. ഫിലിപ്പിയരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ വാസിക്കാം. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. The book of ആമേൻ ഫിലിപ്പിയർ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. എല്ലാത്തിലും പ്രാർത്ഥനയാൽ അപേക്ഷയാണ്. ആമേൻ. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യല്ലേ? വിചാരപ്പെടല്ലേ. നിങ്ങൾ ഒன்றுக்கும் என்ன செய்யாதீர்கள், கவலைப்படாமல் இருங்கள். ஆமென். நீங்கள் ஒன்றுக்கும் என்ன செய்யுங்கள்? கவலைப்படுங்கள். தேவன் சொன்னார். ആണോ? യേശു ത്രിപ്രഭാഷണത്തിലേ പറഞ്ഞു. ബേസിക്കലി നമ്മൾ പോകുന്നത് പല ആത്മീയ ജീവിത തകർച്ചയ്ക്ക് കാരണം. ആമേൻ. യേശു ആമേൻ മത്തായിയുടെ സുവിശേഷ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ആമേൻ എടുത്ത് വായിച്ചാട്ടെ 5-ാം അധ്യായം എന്ന് തോന്നുന്നു. 5-ാം അധ്യായത്തിലേക്ക് എല്ലാവരും കടന്നുണ്ട്. ദ ബുക്ക് ഓഫ് ആമേൻ മാത്യു 5-ാം അധ്യായം വേഗത്തിൽ വായിക്കാൻ കൺക്ലൂഷൻ വേണം ആഗ്രഹിക്കുന്നു. 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ആമേൻ വേഗത്തിൽ എടുത്താട്ടെ. ദ ബുക്ക് ഓഫ് മാത്യു വായിച്ചാട്ടെ. വായിച്ചാട്ടെ. മത്തായി 5-ാം അധ്യായം 12-ാം വാക്യം 5:12 വായിച്ചാട്ടെ. எப்படி களி கூறணுமா? ദുഃഖപ്പെട്ട ദുഃഖിച്ചാണോ? ആമേൻ. കർത്താവ് ആമേൻ മത്തായി 5-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് വേണ്ടി ജീവനെ കൊടുത്ത് ഉയർത്തേണ്ട ക്രിസ്തു പറയുക, യേശു ക്രിസ്തു പറയുക, യേശു சொல்லுகிற ക്രിസ്തു ആമേൻ ആമേൻ നിങ്ങൾ സന്തോഷപ്പെട്ട് കളിക്കുറുங்கள், பரலோகத்தில் உங்கள் பலன் மிகுதியாயிருக்கும். உங்களுக்கு முன்னிருந்த தீர்க்கதரிசிகளும் அப்படியே துன்பப்படுத்தினார்களே. மலையாளத்தில் வாയിച്ചാട്ടെ. ആമേൻ. ഇത് ഫെസ്റ്റിവൽ ആയിട്ട് നമ്മൾ ചെയ്യണം. ആമേൻ. ഇത് எப்படி இருக்கணும்? சந்தோஷமாயிட்டு களி கூறணும். இல்ல ஜெரோஷா, சந்தோஷமான பிறகு சந்தோஷத்தில் என்ன செய்யணும்? களி கூற வேண்டும். இல்ல ருஃபினா. ஆமேன். அப்படி இருக்கும்போது கர்த்தர் சொல்கிறார், இது உங்களுடைய உரிமையா இருக்கிறது. இது என்ன நடக்கிறது என்றால் ஆமேன் இந்த சந்தோஷம் ஆமேன் உங்களுடைய வாழ்க்கையில பரலோகத்திலே பலன் மிகுதியாய் கொடுக்க போகிறதா? നിങ്ങളുടെ സന്തോഷത്തിന്റെ റിസൾട്ട് എവിടെ കടന്നു ചെല്ലുന്നത്? സ്വർഗത്തിൽ കടന്നു കർത്താവ് നിങ്ങൾ ചോദിക്കും, എത്ര വട്ടം നീ സന്തോഷമായിരുന്നു? ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കർത്താവേ, നിങ്ങൾ എല്ലാ ദിവസവും സന്തോഷമായിരുന്നു, എല്ലാ ദിവസവും ക്രിസ്തുവിൽ നിങ്ങൾ സന്തോഷമായിരുന്നു, എല്ലാ ദിവസവും ഞങ്ങൾ ദുഃഖിച്ചില്ല, എല്ലാ ദിവസവും നിങ്ങൾ ഭാരപ്പെട്ടില്ല. ആമേൻ. കർത്താവ് ഓൾറെഡി പറഞ്ഞു നാളെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട. ഫിലിപ്പിയർ വായിക്കുമ്പോൾ ആമേൻ ഒന്നിനെ കുറിച്ചും നമുക്ക് വിചാരങ്ങളാ നമ്മുടെ സന്തോഷത്തെ മാറ്റിക്കളഞ്ഞത്. ഈ വലിയൊരു സത്യത്തെ സഭയ്ക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിചാരങ്ങൾ ആമേൻ നമ്മളുடைய ആമേൻ கவலைகள் தான் நம்முடைய சந்தோஷத்தை நம்மளை விட்டு மாற்றி போட்டது. ஆமேன். இந்த கவலை சாத்தானால் வந்ததல்ல, அது உங்களால் வந்தது. ஹல்லேலூயா. அது നിങ്ങളിൽ നിന്ന് പുറപ്പെട്ട ആമേൻ അനുഭവമായിരിക്കുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞ അത് പുറത്താക്കി ആമേൻ കർത്താവിന് കൊടുക്കുന്ന വലിയ സന്തോഷത്തെ പ്രാപിപ്പാൻ സഭ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. 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 അതാ ആമേൻ പൗലോസ് പത്രോസ് ആമേൻ 1 പത്രോസ് 4-ാം അധ്യായം 13-ാം വാക്യം ഇട്ടിരിക്കും. ഒരു വായിച്ചാട്ടെ. അതേപോലെ റോമർ 12-ാം അധ്യായം 12-ാം വാക്യം വായിച്ചാട്ടെ. The book of Romans chapter 12 verse 12. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുമ്പോൾ സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവരുടെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം കേൾക്കുവാൻ എന്ത് സൈന്യം വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമുക്കിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. തമിഴ് വാസിക്കാം, സീക്രം വാസിക്കാം. 4-ാം അധികാരം 13-ാം വചനം. கிறிஸ்துவின் மகிமை வெளிப்படும் போது நீங்கள் களி கூர்ந்து அவருடைய பாடுகளுக்கு நீங்கள் பங்காளிகள் ஆனதால் சந்தோஷப்படுங்கள். അപ്പോൾ ആമേൻ പങ്കാളികൾ ആനതാൽ ഈ ഫിലിപ്പോസിന് ആമേൻ അടുത്ത സന്തോഷത്തിൽ പോകാനുള്ള കാരണം ക്രിസ്തു
ക്രിസ്തു എങ്ങനെ കഷ്ടം അനുഭവിച്ചോ അതിനേക്കാൾ കുറച്ച് മാത്രമേ ഉള്ളൂ സ്തെഫാനോസ് കഷ്ടം അനുഭവിച്ചത്. അതിനെ കണ്ട ഫിലിപ്പോസ് ക്രിസ്തുവിന്റെ വേദനയേക്കാൾ എന്റെ കൂട്ട ശിഷ്യൻ സ്തെഫാനോസ് അനുഭവിച്ച വേദന കുറവ്. ക്രിസ്തുവിനെ ഏകദേശം ക്രൂശിൽ തകർക്കുന്ന മുന്നമേ മുമ്പത്തെ രാത്രി മുതൽ ഉച്ചവരെ കർത്താവിനെ തകർത്തു കളഞ്ഞു. യേശുവിന്റെ ജീവൻ പോകാതിരിക്കാനുള്ള കാരണം യേശുവിന്റെ രക്തം തന്റെ സകല ശരീരത്തിൽ നിന്ന് ലാസ്റ്റ് തുള്ളികൾ വരെ പോകുന്നവരെ പോയാൽ മാത്രമേ ഉള്ളൂ ലോകത്തിന്റെ സകല കഷ്ടാനുകളും സകല പാപങ്ങളും ക്ഷമിക്കപ്പെടുമെന്ന് കർത്താവിന്റെ പ്രമാണം. എന്നിട്ട് കടൈസി சொட்டு ரத்தம் வரையிலும் இந்த பூமியிலே சிந்தப்பட வேண்டும் என்று கர்த்தர் நியமித்திருந்தார். அதனாலதான் கடைசியாக இயேசு சிலுவையில் அறைந்த பிறகு அவர் மேல் ஈட்டியிலே குத்தினார்கள். ஈட்டிலே குத்தும் என்ன நடந்தது? அவருடைய இதயத்திலிருந்து ரத்தம் வரவில்லை, இதயத்திலிருந்து கடந்து வந்தது വെള്ളം കടന്നു വന്നു. ആ അനുഭവം വരെ യേശു ക്രിസ്തു കഷ്ടം സഹിച്ചതിനെ ശിഷ്യന്മാർ കേട്ട് നടന്നപ്പോൾ സ്തെഫാനോസ് ചില നിമിഷത്തിൽ കല്ലെറിഞ്ഞ് മരണപ്പെട്ടപ്പോൾ ഫിലിപ്പോസിന് ഒരു കാര്യം ഉറപ്പായി, ഇതിനേക്കാൾ കൂടുതൽ കഷ്ടമാണ് ഞങ്ങളുടെ മെഷിയ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചത്. ഹല്ലേലൂയ. ഇതിനെ കൂടുതൽ കഷ്ടമാണ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് സഹിച്ചത്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്ന കാരണം എന്തുവാ? ഈ കഷ്ടങ്ങളോ ഭാരങ്ങളോ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളുള്ളവരോടും സന്തോഷിക്കുകയും അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യാശയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. എങ്ങനെ ഇടവരും? എല്ലാം സന്തോഷത്തിൽ കേട്ടാണ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരായി തീരണം. യേശു ക്രിസ്തു അനുഭവിத்த அந்த கஷ்ட அனுபவங்களுக்குள்ள நீங்கள் பங்காளிகளாய் தினம் தினம் மாறிக்கொண்டிருக்கும் பொழுது கர்த்தர் சொல்லுகிறார், நீங்கள் கிறிஸ்துவின் மகிமை வெளிப்படும் போது நீங்கள் அவரில் களி கூர்ந்து மகிழ்வீர்கள். ஹல்லேலூயா. அப்ப இந்த சந்தோஷம் இந்த பூமியோடு முடிகிறது அல்ல, இயேசுவை காணுகிற வரையிலும் நிலைத்திருக்கிற சந்தோஷம். ഈ സന്തോഷം ഈ ഭൂമിയിൽ മാത്രം തീരുന്നതല്ല, യേശുവിന്റെ മഹത്വം കണ്ട് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നവരെ നമുക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന സന്തോഷമാ കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഇന്ന് എത്ര പേർക്ക് അനുഭവത്തോട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? ഈ സന്തോഷത്തെ കെടുത്തു കളയുവാണ് നിങ്ങളുടെ എല്ലാ ചിന്താകുലങ്ങളും നിങ്ങളെ ഇട്ട് അലട്ടിക്കൊണ്ട്, എല്ലാ കവളകളും നിങ്ങളെ കൊണ്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് സുഖമാണ്, കവള വേണ്ട. കർത്താവ് പറഞ്ഞ ബേസിക് ആയിട്ട് നിങ്ങൾ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? പുലർത്തും. கர்த்தருக்கு பாரத்தை வைத்து விடு, கலங்கி தவிக்காதே. ஆண்டவர் தெளிவாக சொல்லிவிட்டார். அப்படி சொல்லி இருக்கும் பொழுது இந்த நம்பிக்கை நமக்கு சந்தோஷத்தை கொடுக்கட்டும். அதிலே ரோமர் 12 வாக்கியம் வாയിക്കുന്നത് നിങ്ങൾ നമ്പിക്കை என்ன கொடுக்கிறது? 12 വായിച്ചാട്ടെ. நம்பிக்கையில் என்ன செய்யுங்கள்? சந்தோஷமாக இருங்கள். அப்ப நம்பிக்கையில் என்ன செய்யுங்கள்? அப்போ നിങ്ങൾക്ക് സന്തോഷം കൊടുക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കണം. നിങ്ങൾ നമ്പിക്കയുള്ളവരായിരിக்க வேண்டும். അതാ നീതിമൊഴികൾ, പ്രോവബ്സ്, the book of Proverbs, സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 28-ാം വാക്യം വായിച്ചാട്ടെ. the book of Proverbs chapter 10 verses 28 വേഗത്തിൽ വായിച്ചാട്ടെ. തീർക്കാൻ ആഗ്രഹിക്കുന്നു. 10:28 നീതിമാന്മാരുടെ പ്രത്യാശ എന്തായിരിക്കുന്നു? മതി. നീതിമാന്റെ പ്രത്യാശ എന്തായിരിക്കുന്നു? சந்தோஷமாயிருக்கணும் இல்ல? கர்த்தருடைய நம்பிக்கை, நீதிமானுடைய நம்பிக்கை என்னவாக இருக்கிறது? வாசிக்கிறது வசந்த வாசி. நீதிமான்களின் நம்பிக்கை. നിങ്ങൾ നീതിമാനാണോ സിസ്റ്റർ? നിങ്ങൾ നീതിമാനാണോ? സിസ്റ്റർ നീതിമാനാണോ? എല്ലാവരും ഡൗട്ടാണ്. എത്ര പേര് ഉറപ്പോട് പറയാൻ കഴിയും? ഒരു നീതീകരണം യേശു നമുക്ക് വേണ്ടി ചെയ്ത് തീർത്തു. യേശുവിന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി എപ്പോൾ ചിന്തി, എപ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ, ഞാനും നിങ്ങളും നീതിമാനാണ്. Hallelujah. We are the righteous before our Lord Jesus Christ. நானும் நீங்களும் அவருக்குள்ளாக எப்படி இருக்கிறோம்? நீதிமான்களாக இருக்கிறோம். அப்ப நீதிமானுடைய சந்தோஷம் எதில் விளங்குகிறது? அவன் நம்பிக்கையில் விளங்குகிறது. നീതിമാന്റെ സന്തോഷം എതിൽ വരുന്നു? അവന്റെ പ്രത്യാശയിൽ വരുന്നു. അതാ പൗലോസ് പറയുന്നത് റോമർ 12:12 പ്രത്യാശയിൽ ജീവി, ആശയിൽ ജീവി, സന്തോഷിപ്പിൻ. മതി. തമിഴ് சொல்லியிருக்கிறது நம்பிக்கையில்
சந்தோஷமாயிருங்கள். எத்தனை பேர் ஆமென் சொல்ல முடியும்? பிரியப்படுவரை நஷ்டமாக்கின உன் கவலை, ஆமென் ஆமென், சந்தோஷம் நஷ்டமாக்கின உன் கவலைகளும் நெருக்கங்களும் கர்த்தரை மாற்றி ஒரு புதிய ஒரு நம்பிக்கையை கர்த்தர் உங்களுக்கு கொடுக்க போகிறார். ഒരു പുതിയ ഒരു പ്രത്യാശയെ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്? അവൻ എല്ലാവരും കർത്താവിന്റെ സന്നിധിയിലേക്ക് എഴുന്നേറ്റിരുന്നാട്ടെ. ആമേൻ. നിങ്ങൾ എല്ലാവരും നീതിമാനായി കർത്താവ് മാറ്റിയിരിക്കുമ്പോൾ, ആമേൻ, നിങ്ങൾ എല്ലാവരും ദൈവ നീതിമാനായി മാറ്റിയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നീതിമാനായി മാറ്റിയിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എല്ലാവരും എഴുന്നേറ്റിരുന്ന എല്ലാവരും പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ കളിച്ചോട്ടെ, കുഴപ്പമില്ല, കുഞ്ഞുങ്ങളെല്ലാം ഫ്രീ ആയിട്ട് വിട്ടെ, എല്ലാവരും നിങ്ങൾ കണ്ണുകളടച്ച് ഒന്ന് ദൈവ സന്തോഷത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. ദൈവനാമത്തിന് വേണ്ടി എല്ലാവരും കടന്നു വന്നാട്ടെ. എല്ലാവരും അല്പനേരം സ്തോത്രത്തോടും സ്തുതികളോടും കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തോട് സന്തോഷത്തോട് ആയിരുന്നാട്ടെ. ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ആമേൻ. ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ആമേൻ. ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട ജനമേ, നിന്നിലിരുന്ന ഈ സന്തോഷം ഈ പട്ടണത്തിൽ പുറപ്പെടണം. ആമേൻ. ഉന്നിലിരുന്ന് இந்த സന്തോഷം പട്ടണത്തിൽ പുറപ്പെട வேண்டும். നിന്നിലിരുന്ന സന്തോഷം ഈ പട്ടണത്തിൽ കടന്നു പോകണം. എല്ലാവരും വേണ്ടി സ്തോത്രം ചെയ്താൽ അത് എണ്ണില്ല സന്തോഷം പുറത്തു വരട്ടെ. ആമേൻ. ആത്മാവിന്റെ ഫലങ്ങളായി നിൽക്കുന്ന 9 ഫലങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി തരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ റിസൾട്ടായ ആത്മാവിന്റെ ഫലങ്ങളായി നിൽക്കുന്ന രണ്ടാമത്തെ ഫലമായി നിൽക്കുന്ന സന്തോഷത്തെ കർത്താവേ ഇന്ന് ഈ ജനങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മ നിങ്ങളിൽ ഇരിക്കുന്നത് എങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും? നിങ്ങളിലുള്ള ഫലം കൊണ്ട്. സന്തോഷം കർത്താവിന്റെ ഫലമാണെങ്കിൽ ആമേൻ, ഇന്ന് ആ സന്തോഷത്തിൽ എല്ലാവരും കടന്നു വന്നാട്ടെ. ക്രിസ്തുവിൽ നമുക്കുള്ള സന്തോഷം യേശുവിന്റെ കരങ്ങളിലേക്ക് എല്ലാവരും കേൾപ്പിച്ച ഈ പറയാൻ കാരണം എന്തുവാ? യേശു ആമേൻ ബലഹീനപ്പെട്ട് മാറിപ്പോയപ്പോൾ ആമേൻ യേശു ക്രിസ്തുവിന്റെ ആമേൻ രണ്ടാം വാക്യം എബ്രായർ 12ന്റെ രണ്ടാം വാക്യം ഒന്ന് സ്ക്രീനിൽ ഇടുവാൻ ആമേൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. The book of Hebrew chapter 12 verse 2. ആമേൻ. ആ സമയത്ത് എല്ലാവരും ഈ വചനത്തിൽ ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയാട്ടെ. The book of Hebrew, ബൈബിൾ ഒന്ന് തുറക്കണ്ട, എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിയാട്ടെ. ഈ സന്തോഷത്തിന്റെ പ്രധാന കാരണം ആരായിരുന്നു? എന്തിനാ കർത്താവ് സന്തോഷിക്കാൻ പറഞ്ഞത്? കാരണം ആമേൻ എബ്രായർ 12ന്റെ രണ്ടാം വാക്യം വ്യക്തമായി വായിക്കുമ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നിങ്ങൾ ചെയ്യുക, നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം, എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം. നിങ്ങളുടെ മുൻപിൽ സന്തോഷം കർത്താവ് വെച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർ, നിങ്ങൾ വിശ്വസിച്ചാൽ today you can receive that. ആമേൻ. നിങ്ങൾ വിശ്വസിച്ചാൽ അത് നിങ്ങൾ പെற்றுകൊള്ള முடியும். നിങ്ങളുടെ മുന്നേ കർത്താവ് വെച്ചിരിക്കുന്ന സന്തോഷം. ആമേൻ. യേശു ക്രിസ്തുവിൽ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം. ആമേൻ. അതിനെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു ക്രിസ്തു ആമേൻ എന്താ ചെയ്തത്? ആമേൻ വെച്ചിരുന്ന മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ ആമേൻ എന്ത് ചെയ്തു? അപമാനം അലക്ഷ്യമാക്കി. ആമേൻ. உங்களுக்கு வருகிற அவமானத்தை நீங்கள் அலட்சியமாக்க வேண்டும். ஹல்லேலூயா. ஆமென். வசனம் சொல்கிறது, அவர் நமக்கு முன் வைத்திருந்த சந்தோஷத்தின் பொருட்டு அவமானத்தை என்ன செய்தார்? எண்ணவே இல்லை. என்ன? இயேசு கிறிஸ்து உங்களுக்காக ஒரு சந்தோஷத்தை வைத்திருக்கிறார். அந்த சந்தோஷம் யாராலும் எடுத்துக்கொள்ள போக முடியாது. ആമേൻ. നിങ്ങളുടെ മുന്നിൽ കർത്താവ് സന്തോഷം മുന്നിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആര് നിങ്ങൾ എത്ര അധികമായി ആമേൻ നിങ്ങളെ ആമേൻ അപമാനപ്പെടുത്തിയാലും ആമേൻ ആ സന്തോഷം നിങ്ങളിൽ നിന്ന് കൊണ്ടുപോകുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ അവമാനം ആമേൻ കർത്താവ് ചെയ്തു അലക്ഷ്യമാക്കി ആമേൻ ക്രൂശിനെ സഹിക്കുകയും ആമേൻ ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിൽ ഇരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രൂശിന്റെ ആമേൻ ഭാഗങ്ങളെ അലക്ഷ്യമായി കർത്താവ് ആമേൻ അപമാനത്തെ അലക്ഷ്യമാക്കി ആമേൻ ക്രൂശിനെ സഹിക്കുകയും ആമേൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിൽ ഇരിക്കുകയും യേശു ചെയ്തു. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? ഇവിടുത്തെ ജീവിതം കഴിഞ്ഞിട്ട് പോകുവാനാണോ? ഇല്ല. നമുക്ക് മുമ്പിൽ സ്വർഗം വെച്ചിരിക്കുന്ന വലിയൊരു സന്തോഷമുണ്ട്. അത് നിത്യമായ സന്തോഷം. ആമേൻ. നിത്യമായ ഒരു സന്തോഷത്തെ ആമേൻ ദേവ ആവിയാനോട് നമുക്കാக പരലോകത്തിൽ வைத்திருக்கிறார். അത് പ്രാപിപ്പാൻ ഓടിക്കൊണ്ടിരിക്കുന്ന നാം ആമേൻ എത്ര അവമാനങ്ങൾ, എത്ര ആമേൻ വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ കടന്നു വന്നാലും അതിനെ ആമേൻ മൈൻഡ് ചെയ്യാതെ
ചെയ്യാതെ അത് അകത്തിടാതെ അതെല്ലാം മാറ്റി വെച്ചിട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കി ഓടുവാൻ തയ്യാറാകട്ടെ. ഇതിലൊരു വ്യക്തി, യേശുവിനെ സ്വീകരിച്ച വ്യക്തി ഉറച്ചാൽ നിങ്ങളുടെ സന്തോഷത്തെ ആർക്കെടുത്തോണ്ട് പോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദുഃഖങ്ങൾ നിങ്ങളെ ആളുവാൻ കഴിയത്തില്ല. കവലകൾ உங்களை ஆள முடியாது என்று சொல்ல முடியுமா? இயேசு எப்படி நடந்தாரோ அதே மாதிரி அந்த சந்தோஷத்தை முன்பாக வைத்து நடப்பதற்கு நான் விருப்பப்படுகிறேன். ഈ വചനത്തെ എല്ലാവരും കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിച്ചാൽ, കർത്താവേ, ഞാൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ കർത്താവിനെ നോക്കി ഓടുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കി ഓടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ആ സന്തോഷത്തിന്റെ അടയാളങ്ങളെ, സന്തോഷത്തിന്റെ അനുഭവങ്ങളെ മുന്നിലുള്ളതിനെ യേശു കണ്ടു. അപമാനത്തെ അലക്ഷ്യമാക്കി മാറ്റിവെച്ച ക്രൂശിൽ യേശു ജയം പ്രാപിച്ച ഇപ്പോൾ യേശു എവിടെയിരിക്കുന്നത്? സ്വർഗത്തിന്റെ പിതാവിന്റെ വലതു ഭാഗത്തിൽ ജീവനെ കൊടുത്ത യേശു ക്രിസ്തു ആ സിംഹാസനത്തിൽ രാജാതി രാജാവാൻ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടിയും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നീ കഷ്ടം അനുഭവിക്കുമ്പോൾ, നീ അവമാനങ്ങൾ അനുഭവിക്കുമ്പോൾ കർത്താവ് ഇതാ നിന്നെ നോക്കി പറയുന്നു, ഇതാ ഞാൻ നിനക്ക് വേണ്ടി മുന്നേ വെച്ചിരിക്കുന്ന സന്തോഷത്തെ കാണുക. ഞാൻ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സന്തോഷത്തെ കാണുക. ഈ ദുഃഖങ്ങളോ, ഈ നിന്നെ വേദനപ്പെടുത്തിയ വാക്കുകളോ, ഏത് അവമാന ചിഹ്നങ്ങളോ അതിനെ ജയിക്കാൻ കഴിയത്തില്ല. ഞാൻ കൊടുത്തിരിക്കുന്ന സന്തോഷം ഭൂമിയുടെ സന്തോഷമല്ല, അത് സ്വർഗീയ സന്തോഷം. ഹല്ലേലൂയ. ഭൂമിയിലെ കൊടുത്ത സന്തോഷമാണ് യേശുവിനായി കൊടുത്തത്. ആண்டവർ യേശു சொல்லுகிறார், நீ அவருக்கு முன்பாக வைத்திருந்த சந்தோஷம் என்ன சந்தோஷம்? வசனம் சொல்லுகிறது, விசுவாசத்தை துவக்குகிறவரும் முடிக்கிறவருமாய் இயேசுவை நோக்கி நமக்கு நியமித்திருக்கிற ஓட்டத்தில் பொறுமையாய் ஓடிக்கொண்டிருக்கும் பொழுது அவர் நமக்கு முன் வைத்திருந்த சந்தோஷத்தின் பொருட்டு உனக்காக தேவன் வைத்திருக்கிற சந்தோஷத்தின் ஒரு அனுபவம் இருக்கிறது. அது முன்பாக கண்டு அவமானத்தை நீ எண்ணக்கூடாது. சொல்லுங்க, நான் அவமானத்தை எண்ண மாட்டேன். டிக்ளேர் செய்தாட்டே டிக்ளேர் செய்து சொல்லுங்க, அவமானத்தை எண்ண மாட்டேன். என் கூட இருக்கிறவர்கள் செய்த அவமானத்தை எண்ண மாட்டேன். ஆமென். ஹல்லேலூயா. ஆமென். അവമാനത്തെ അലക്ഷ്യമാക്കിയതുപോൽ നമ്മുടെ മേൽ വന്ന വാക്കുകൾ അലക്ഷ്യമാക്കി നമ്മൾ പറയാം, ക്രൂശിന്റെ സ്നേഹം സഹിച്ച, ക്രൂശിന്റെ അനുഭവത്തെ സഹിച്ച യേശു ദൈവത്തിന്റെ സിംഹാസനത്തിൽ എങ്ങനെ ഇരിക്കുന്നു, അതേപോൽ യേശു വളരെ ഭാഗത്ത് ചെന്ന് ഞാനും ഇരിക്കും. പ്രത്യാശ സന്തോഷം കൊടുക്കുന്നത്, നമ്പിക്കை മനുഷ്യൻ കൊടുക്കുന്നത്, സന്തോഷത്തെ കൊടുക്കുന്നത്. പൗലോസ് കാരാഗൃഹത്തിൽ ലേഖനങ്ങൾ എഴുതുവാനുള്ള കാരണം എന്തുവാ? അകത്തിരുന്ന ഒരു പ്രത്യാശ. ക്രിസ്തുവിനോട് ഈ സന്തോഷത്തിൽ ഞാൻ പങ്കാളിയായി മാറുമെന്നുള്ള സന്തോഷത്തിന്റെ ആഴങ്ങൾ വെളിപ്പെട്ടപ്പോ യേശു പൗലോസിന് വേണ്ടി സകലതയും തീർത്തു കഴിഞ്ഞു. நமக்கு வேண்டி செய்வான் கர்த்தர் ஆഗ്രഹിക്കുന്നു. எனக்காக உனக்காகவும் சீர்திருப்பது கர்த்தர் ஆசைப்படுகிறார். சந்தோஷத்தை எல்லாரும் போடுங்க. ஆண்டவரே, நீ எல்லாம் செய்வீங்க. நாங்கள் நம்பிக்கையினுக்குள்ளாய் பெருகட்டும். எல்லாரும் പറഞ്ഞാട്ടെ, നம்பிக்கைയിനുക്കുള്ளாய் പെരുകട്ടെ. കർത്താവ് പ്രത്യാശയിൽ വർദ്ധിക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ. എല്ലാ ചിന്താകുലങ്ങൾ എന്നെ വിട്ട് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സഭയോട് കൽപ്പിക്കുന്നു, സഭയിൽ ഇരിക്കുന്ന ഹൃദയങ്ങളോട് കൽപ്പിക്കുന്നു, കാണുന്നവരോട് കൽപ്പിക്കുന്നു, ഹൃദയത്തിൽ ഇരിക്കുന്ന സകല ചിന്താകുലങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൽപ്പിക്കുന്നത് വിട്ടുമാറി പോകട്ടെ. കർത്താവേ, ഇനി നാളെ കുറിച്ചുള്ള ചിന്താകുലങ്ങൾ അലട്ടുവാൻ അനുവദിക്കല്ലേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സഭയെ മുദ്രയിട്ടയക്കുന്നു. ഇവിടെ സന്തോഷത്തെ എടുത്തുകൊണ്ട് പോകുന്ന, ഈ ദുഃഖിപ്പിക്കുന്ന കർത്താവേ, ഈ ചെയ്യുന്ന ഈ സാഹചര്യങ്ങൾ മാറിപ്പോകട്ടെ. இந்த சூழ்நிலையை கொண்டு வருகிற இந்த அனுபவங்கள் இதுகளை விட்டு மாறி போகட்டும். அப்பா, சந்தோஷத்தை, அதிகமான சந்தோஷத்தை இந்த ஜனத்துடைய இயேசுவின் நாமத்தில் கட்டளையிடுகிறேன். அது ஆவியின் கனிகளாக புறப்படட்டும். ஆவியின் கனிகளாய் புறப்படட்டும். ஆவியின் கனிகளாய் புறப்படட்டும். ஆமென். எல்லாரும் கர்த்தரை സ്തുതിച്ചാട്ടെ. കർത്താവ് വിടുതലായി സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് തന്ന പുതിയ സന്തോഷത്തിന്റെ പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു നമ്മുടെ മുമ്പിലുണ്ട്. വിശ്വാസത്തിനുடைய നായകരും പൂർത്തി വരുത്തുക, പൂർണ്ണപ്പെടുത്തുക കർത്തർ നമ്മോട് കൂടെ இருக்கிறார். அந்த சந்தோஷத்தில் இருக்கும்போது எல்லாரும் பக்கத்தில் பார்த்து கரங்களை கொடுத்து சொல்லுங்க, அழுதிருக்கிறவரே, இல்லைங்களும் நீங்கள் ചെന്ന് കൊടുത്താട്ടെ. 4-ാം അധ്യായം, ഫിലിപ്പിയർ 4-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ ഇട്ടിരിക്കുന്നു, കർത്തருக்குள் எப்போதும் சந்தோஷமாயிருங்கள் என்று திருப்பவும் கூட சொல்லுகிறேன். சொல்லுங்க பார்க்கலாம், கர்த்தருக்குள் ഒന്ന് ചിരിച്ചു പറഞ്ഞാട്ടെ.
യെസ് ഞാൻ കർത്താവിൽ സന്തോഷമായിരിക്കും. കർത്താവിൽ എപ്പോഴും സന്തോഷമായിരിക്കും. എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പി. ഞാൻ കർത്താവിൽ സന്തോഷമായിരിക്കും. എല്ലാ കാര്യങ്ങളും പറഞ്ഞാട്ടെ, വീണ്ടും പറഞ്ഞാട്ടെ, ഞാൻ കർത്താവിൽ സന്തോഷമായിരിക്കും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അടുത്ത കരങ്ങൾ കൊടുത്ത് പറഞ്ഞാട്ടെ, പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷത്തെ തൊടുവാൻ ആർക്കും കഴിയുന്നില്ല. This is the package from the Holy Kingdom. இது கர்த்தருடைய மகிமையிலிருந்து கடந்து வந்த அவருடைய கரத்தில் இருந்த சந்தோஷமாக இருக்கிறது.